ചരിത്രത്തെ വസ്തുതകൾ വെച്ച് കോർത്തിണക്കാൻ ഒരൊറ്റ സിദ്ധാന്തമേ ഉള്ളൂ. അത് മാർക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ്. മുഗൾ അഗ്രാരിയൻ റിലേഷൻസിനെ പറ്റിയിട്ട് ഇർഫാൻ ഹബീബ് എഴുതിയ പുസ്തകം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. അത് ഇസ്ലാമിക് വേൾഡിൽ തന്നെ ഉള്ള വലിയ സ്കോളേഴ്സ് ഉണ്ട്. അവർക്ക് ഇത് അപ്രീസിയേഷൻ വരുന്നത് ഇസ്ലാം ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ മുഗൾ അഗ്രേറിയൻ റിലേഷൻസിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഹൈ ലെവൽ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയിട്ട് ഈ സോക്കോൾഡ് ഇസ്ലാം അല്ലാത്ത ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തുകൊണ്ട് NCERT പുസ്തകം ഉണ്ടാക്കി. അപ്പോൾ അത് മുഴുവനും നീക്കം ചെയ്തുകൊണ്ട് ഒരു സംരംഭം വരുന്നു. അത് ഈ മുസ്ലിം എന്നുള്ള രീതിയിൽ കാണുന്നത് കൊണ്ടാണ്. ഇർഫാൻ ഹബീബ് പള്ളി പോകുന്ന ആളല്ല, അദ്ദേഹം സാധാരണ രീതിയിൽ മുസൽമാന്മാരുടെ ശത്രുവാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എന്നൊക്കെ പറയാമെങ്കിലും എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ? ആ പ്രൊഫസർ ആയിരുന്നപ്പോൾ തന്നെ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്.